നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള, അതായത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലും വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലും നിർണായകമായി മാറുന്ന 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഓരോരോ മേഖലകളാണ്. ആദ്യം തന്നെ 2025 നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് മത്സര പരീക്ഷയിൽ പോക്സോ വകുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. അതായത് പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്? 2025 റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് കമന്റ് ചെയ്താലും മതി. ഓക്കെ, ഓപ്ഷൻ എ 173 റിപ്പോർട്ട്, ഓപ്ഷൻ ബി 283 റിപ്പോർട്ട്, ഓപ്ഷൻ സി 144 റിപ്പോർട്ട്, ഓപ്ഷൻ ഡി 212 റിപ്പോർട്ട്. ഈ 4 ഓപ്ഷനാണ് മത്സര പരീക്ഷയിൽ കൊടുത്തേക്കുന്നത്. ഇതിന് ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഉത്തരം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ ഒരു വിഷയമില്ല. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏറ്റവും അവസാനം ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പോക്സോ നിയമം? ഞാൻ പറയേണ്ട ആവശ്യമില്ല, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു റിവിഷൻ എന്ന രീതിയിൽ പറഞ്ഞു പോവാണ്. കുട്ടികളെ ലൈംഗിക പീഡനം, ചൂഷണം, അതിക്രമം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നിർണായക നിയമ നിർമ്മാണമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം, അല്ലെങ്കിൽ പോക്സോ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് എന്നാണ്. ഇത് നിലവിൽ വരുന്നത് ഇന്ത്യ മഹാരാജ്യത്ത്, അതായത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിലുള്ള ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഒഴികെയല്ല, അരുണാചൽ പ്രദേശ് ഒഴികെയല്ല, കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും, അത് ജമ്മു കാശ്മീർ ഉൾപ്പെടെ, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉൾപ്പെടെ, ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും നിലവിൽ വരുന്നത് 2012 നവംബർ 14. ഈ പറയുന്ന പോക്സോ നിയമം ഭേദഗതി ചെയ്യുന്നത്, ഏറ്റവും അവസാനമായി ഭേദഗതി ചെയ്തത് 2019 ആണെന്ന് മാത്രം ഓർക്കുക. ഈ ക്ലാസ്സിന്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പത്രവാർത്തകൾ, 5 AM ക്ലാസ് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ പോവുക. ഈ പോക്സോ നിയമത്തിൽ നിന്ന് മത്സര പരീക്ഷയിൽ ചോദിച്ച പ്രസ്താവന ചോദ്യങ്ങളും ഡയറക്റ്റ് ചോദ്യങ്ങളും ആദ്യം അങ്ങ് പറഞ്ഞു തരിക. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് 2025 നടത്തിയ മറ്റൊരു മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചത്. ചോദ്യം ഇതാണ്, അതായത് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. ശരിയായ പ്രസ്താവനയാണ്. അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇരയായ കുട്ടി, അതിൽ കുട്ടി എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. അത് സമൂഹ മാധ്യമമായിക്കോട്ടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, ഒരു മാധ്യമം വഴിയും അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, മൊഴി എടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മൊഴി എടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടം എന്താണോ, കുട്ടി പറയുകയാണ് കുട്ടിയുടെ വീട്ടിൽ വെച്ച് എടുക്കാൻ, കുട്ടിക്ക് സൗകര്യപ്രദമാകുന്ന സ്ഥലത്ത് വെച്ച് വേണം കുഞ്ഞിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴി എടുക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മൊഴി എടുക്കുന്നത് ഒന്നെങ്കിൽ കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ കുട്ടി ആവശ്യപ്പെടുന്നത് എവിടെയാണോ അവിടെ വെച്ചായിരിക്കണം മൊഴിയെടുക്കേണ്ടത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. അടുത്ത, പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റാ. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റാ. കാരണം എന്താണെന്നറിയാവോ? പോക്സോ നിയമപ്രകാരം നമ്മൾ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത് യൂണിഫോമിലായിരിക്കരുത്. അപ്പൊ ആയിരിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആയിരിക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് സിവിൽ ഡ്രസ്സിലായിരിക്കണം പോലീസ് എന്ത് ചെയ്യേണ്ടത്, മൊഴിയെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ചെല്ലേണ്ടത് എന്ന വസ്തുത മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി, ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ തെറ്റായ, അതായത് ശരിയല്ലാത്ത
പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒത്തിരി ചോദ്യമുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പോക്സോ നിയമപ്രകാരം പോക്സോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഇരയായ കുട്ടിയെ അല്ലെങ്കിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം, ആ ഒരു ഇൻസിഡന്റ് പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലെങ്കിൽ CWCക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ചോദിച്ചാൽ, റിപ്പോർട്ട് എപ്പോഴാണോ ലഭിക്കുന്നത് ആ റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പോക്സോ നിയമം നിലവിൽ വന്നത് 2012 ഇപ്പൊ പഠിപ്പിച്ചല്ലേ ഉള്ളൂ. 2012 നിലവിൽ വന്നു. 2019 ഏറ്റവും അവസാനമായി ഭേദഗതി വരുത്തി. ഇതാണ് ഓപ്ഷൻ ബി. പോക്സോ നിയമം ഏറ്റവും അവസാനമായി ഭേദഗതി ചെയ്തത് 2019. ശരിയാണ്. 2012 പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാകുന്ന നിയമമാണ്. ശരിയാണ്. അതിൽ ജമ്മു കാശ്മീർ ഒഴികെ എന്ന് പറയുന്നില്ല, ലക്ഷദ്വീപ് ഒഴികെ എന്ന് പറയുന്നില്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം ബാധകമാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി അല്ലേ? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി വരേണ്ട ഒരു അപ്ഡേഷൻ ഉണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം അമെൻമെന്റ് ചെയ്തതെന്നാണ്. ഭേദഗതി ചെയ്യുന്നത് അത് 2019. അപ്പൊ 2012 ഈ പോക്സോ നിയമം നിലവിൽ വരുന്ന സമയത്ത് കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായാൽ വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയില്ലായിരുന്നു. പക്ഷെ ആ വ്യവസ്ഥ കൂടി, വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്യുന്നത് 2019. മറക്കല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എത്രയാണ്? അതായത് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം നടന്നു. അത് ചിലപ്പോൾ എനിക്ക് 30ാമത്തെ വയസ്സിലേക്ക് ഞാൻ പരാതിപ്പെടുന്നത്, 45ാമത്തെ വയസ്സിലേക്ക് പരാതിപ്പെടുന്നത്. എത്ര വയസ്സായിക്കോട്ടെ, ആ മനുഷ്യന്റെ ആയുസ്സിൽ ഒരിക്കൽ അയാൾക്ക് പുറത്തു പറയണം അല്ലെങ്കിൽ പരാതി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് പരാതി കൊടുക്കാം. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ അതിന് സമയപരിധിയില്ല. 6 മാസത്തിനുള്ളിൽ പോയി കേസ് കൊടുക്കണം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ പോയി കേസ് ഫയൽ ചെയ്യണമെന്നല്ല പറഞ്ഞേക്കുന്നത്. സമയപരിധി ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 2 ചോദ്യമുണ്ട്, 2 ഫാക്ട് ഉണ്ട്. ഒന്ന്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധിയൊന്നും പോക്സോ നിയമത്തിൽ നിഷ്കർഷിക്കുന്നില്ല. ഓക്കെ, അപ്പൊ കുട്ടിയായിരുന്ന സമയത്ത് ഞാനോ ആരോ ആയിക്കോട്ടെ നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും, 40ാമത്തെ വയസ്സിൽ, 30ാമത്തെ വയസ്സിൽ, 20ാമത്തെ വയസ്സിൽ, എത്ര പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2025 മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം ഇതാ. പോക്സോ ആക്ട് 2012 പ്രകാരം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പോക്സോ എന്ന് പറഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടതാ? നിങ്ങൾ തന്നെ പറ. കുട്ടികളുമായി ബന്ധപ്പെട്ടതല്ലേ? 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, അവരെ കുട്ടി എന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷനാണ് അതിന്റെ ഉത്തരവാദി എന്ന വസ്തുത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്, ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. 2012 പോക്സോ നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാനുള്ള ചുമതല ഈ കമ്മീഷൻ, അതായത് ദേശീയ, വളരെ പ്രധാനപ്പെട്ടതാണ്, കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയ കമ്മീഷനായ NCPCRന് നൽകുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് ഈ നിയമത്തിലെ സെക്ഷൻ 44 ഈ പറയുന്ന 2012 പോക്സോ നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? NCPCRനാണ് എന്ന് പറയുന്ന സെക്ഷൻ 44. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു മാറ്റേണ്ട വസ്തുതയാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇതിൽ 2005 കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിയമപ്രകാരം
രൂപീകരിച്ചിട്ടുള്ളതാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും NCPCR എന്ന് പറയും. അതുമല്ലെങ്കിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട്, SCPCR എന്ന് പറയും. അവരുടെ നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ അവർക്ക് കൃത്യമായി കൊടുത്തേക്കുന്ന കുറച്ച് ചുമതലകളുണ്ട്. അതിനു പുറമെ ഈ പോക്സോ നിയമത്തിലെ വ്യവസ്ഥകൾ കൂടി നടപ്പിലാക്കണം അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷൻ 44 ക്ലോസ് 1 അപ്പൊ സെക്ഷൻ 44 ക്ലോസ് 1 പ്രകാരമുള്ള കണ്ടന്റ് പറഞ്ഞേ, പഠിച്ചു പോണേ. 44 വേറെ, 44 ക്ലോസ് 1 വേറെ. ഓക്കെ, അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കേ, ഏറ്റവും പ്രധാനപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെയാണ്. ഓപ്ഷനിൽ 16 എന്നും 15 എന്നും ഒക്കെ കാണും. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18 വയസ്സിൽ താഴെയുള്ള പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് 2012 പോക്സോ നിയമം പാസാക്കി. 2019 അത് ഏറ്റവും അവസാനമായിട്ട് ഭേദഗതി ചെയ്ത്. ഓക്കെ, ദെൻ വധശിക്ഷ വരെയാണ് ആ അമെൻമെന്റിലൂടെ ആഡ് ചെയ്തേക്കുന്നത്. ദെൻ ഓപ്ഷൻ സി പറഞ്ഞേക്കുന്നത് നോക്കി, കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം വനിതാ ആൻഡ് ശിശുക്ഷേമ മന്ത്രാലയമാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി ആരാ? കേരളത്തിലെ ഒരു വനിതയാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ബിറാണി എന്നൊക്കെ പറയത്തില്ലയോ, കളിയാക്കി ട്രോളുകളിലൊക്കെ നിറഞ്ഞത്. ആ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന്, ഈ പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന 2012 ജൂൺ 19. പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്ന എന്നാണ് ചോദിച്ചാൽ അത് 2012 നവംബർ 14. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതെന്ന് ചോദിച്ചാൽ വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് പോക്സോ നിയമപ്രകാരമുള്ള സംരക്ഷണം ലഭിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഇനി ഈ പറഞ്ഞ പോക്സോ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. അവിടെ ആൺകുട്ടിയെ മാത്രം സംരക്ഷിക്കുക അല്ലെങ്കിൽ പെൺകുട്ടിയെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതല്ല, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ നൽകുക, വധശിക്ഷ വരെ കൊടുക്കുന്നുണ്ട്. അടുത്തത്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യം മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുണ്ട്. അടുത്തത്, ഈ പറയുന്ന നടപടിക്രമങ്ങളെല്ലാം, അതായത് ഇരയായ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇരയായ കുട്ടി നേരിടുന്ന പലതരത്തിലുള്ള നടപടിക്രമം കൊണ്ട് അത് ശിശു സൗഹാർദ്ദമായിരിക്കണം. അപ്പൊ നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ടാണ് മൊഴിയെടുക്കാൻ പോകുന്ന സമയത്ത് സിവിൽ ഡ്രസ്സിലായിരിക്കണം പോകേണ്ടത്, യൂണിഫോമിലല്ല പോകേണ്ടത്. വൈദ്യ പരിശോധനയുടെ കാര്യം തന്നെ എടുത്തോ. വൈദ്യ പരിശോധന അല്ലെങ്കിൽ കുട്ടി പറയുന്ന പോക്സോ നിയമപ്രകാരം ഇരയായ കുട്ടി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മാനസികമായി താല്പര്യമുള്ള ഇഷ്ടമുള്ള ആരാണോ അയാളുടെ സാന്നിധ്യത്തിൽ വേണം വൈദ്യ പരിശോധന നടത്തേണ്ടത്. അത് അമ്മയാകാം, അച്ഛനാകാം, സഹോദരങ്ങളാകാം, ആര് തന്നെ ആയിക്കോട്ടെ, അവിടെ കുട്ടിയുടെ ഇഷ്ടത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ നടപടിക്രമങ്ങളിൽ എല്ലായ്പ്പോഴും ശിശു സൗഹാർദ്ദ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പോക്സോ നിയമത്തിൽ. അടുത്ത, ഈ നിയമത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുട്ടികളെ ലൈംഗികാക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം, അതായത് പോക്സോ നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം സെഷൻസ് കോടതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം, ഈ പറഞ്ഞ കോടതി സംവിധാനവുമായി ബന്ധപ്പെട്ട് പോക്സോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് എന്തുവരെ കിട്ടാം? പരമാവധി വധശിക്ഷ വരെ ലഭിക്കാം. അപ്പൊ 2012 അതുണ്ടായിരുന്നു.
ഇല്ലായിരുന്നു. 2019 ഭേദഗതിയിലൂടെയാണ് ആ വധശിക്ഷ വരെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ പോക്സോ നിയമത്തെ ഭേദഗതി വരുത്തിയത്. അടുത്തത് സെക്ഷൻ 24. ധാരാളം തവണ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ഏരിയയാണ് സെക്ഷൻ 24. അതായത് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. റെക്കോർഡിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 24. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഒരു കുട്ടിയുടെ മൊഴി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനായിക്കോട്ടെ, നിങ്ങൾ എന്തായാലും CPO അല്ലെങ്കിൽ വുമൺ CPO പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി പോവുക. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സന്തോഷം കൊടുക്കുന്ന ഒരു വാർത്ത, ഞാൻ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിലുണ്ട്, ഞാൻ റാങ്ക് ലിസ്റ്റ് പാസ് അല്ലെങ്കിൽ ഫിസിക്കലി പാസ്സായി, ടെസ്റ്റ് എനിക്ക് കിട്ടി, ഞാൻ അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോവുക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അഡ്വൈസ് കിട്ടി, അടുത്ത ആഴ്ച അപ്പോയിൻമെന്റ് കിട്ടി എന്നൊരു സന്തോഷ വാർത്ത അവരോടെല്ലാം ഷെയർ ചെയ്യാൻ പോവാണ് നമ്മൾ 2026-27. അപ്പോൾ ഒരു കുട്ടിയുടെ മൊഴി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലീസാ എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ഒന്നാമത്തെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ മൊഴി രേഖപ്പെടുത്തുന്നത് ആ കുട്ടിക്ക് താല്പര്യമുള്ള, ശിശു സൗഹാർദ്ദ നടപടിയാ, ആ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചോ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥയാലായിരിക്കണം. അല്ലാതെ വെറുതെ പോയി ഒരു പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോയി അങ്ങ് മൊഴിയെടുക്കുമല്ല. SA റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റാ. അടുത്തത്, മൊഴി രേഖപ്പെടുത്തുന്നത് ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. യൂണിഫോം ഇട്ടുകൊണ്ട് പോകരുത്, സിവിൽ ഡ്രസ്സിൽ പോയാൽ മതി. അടുത്തത്, മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയുമായിട്ട്, അതായത് ഈ ഇരയും എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, ആ ഇര പ്രതിയുമായിട്ട് കുട്ടിക്ക് യാതൊരുവിധ സമ്പർക്കവും ഉണ്ടാകുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തത്, ഒരു കാരണവശാലും കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ പാടില്ല. നമ്മൾ പറഞ്ഞു തടങ്കലിൽ പാർപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ പാടില്ല. അടുത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, കുഞ്ഞിനെ അല്ലെങ്കിൽ കുട്ടിയെ വിധത്തിലുള്ള യാതൊരു വിവരങ്ങളും പൊതുമാധ്യമങ്ങളിലോ സമൂഹ മാധ്യമങ്ങളിലോ ഒന്നും പ്രചരിപ്പിക്കരുത്. അതായത് സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങൾ ഒഴികെ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ കേസ് വരും, ആ സ്പെഷ്യൽ കേസ് വരുന്ന സമയത്ത് കോടതി നിർദ്ദേശിക്കും കുട്ടിയെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ പറയുവാണെങ്കിലൊക്കെ, അതല്ല കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങൾ ഒഴികെ ഇതൊന്നും വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന വസ്തുത കൂടി നിങ്ങൾ പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഇത് കുറഞ്ഞ ശിക്ഷ എന്നാ ചോദിക്കുന്നെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഉത്തരം 3 വർഷ തടവാണ്. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷ തടവ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, പോക്സോ നിയമം നിലവിൽ വന്നത് 2012, പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയത് 2019. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാ? അത് 18 വയസ്സിൽ താഴെയുള്ളവരെയാ. അടുത്തത്, പോക്സോ ബോക്സ് എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. ഓൺലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളുണ്ട് എങ്കിൽ അത് ഓൺലൈനായിട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് പോക്സോ ബോക്സ്. ഈ പോക്സോ ബോക്സ് ആരംഭിക്കുന്നത് 2016 ഓഗസ്റ്റ് 26-നാണ്. പോക്സോ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മനേക ഗാന്ധിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട ഇതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളിലേക്കും പ്രധാനപ്പെട്ട ആക്രമണ ശിക്ഷയെ പറ്റിയൊക്കെ നമ്മൾ പറയുകയാണ്. ഒന്ന്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം, അതായത് പെനട്രേറ്റീവ് സെക്സ്വൽ അസാൾട്ട്മെന്റ് എന്നും പറയും. അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3 അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഈ സെക്ഷൻ 3 ഈ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ
അത് സെക്ഷൻ 4. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 4. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? 2012 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് ഈ പറയുന്ന ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവ, കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവ. പിന്നെ ഒപ്പം എന്തും കൊണ്ടും പിഴ കൂടി ലഭിക്കുന്നുണ്ട്. അത് അമെൻമെന്റിന് മുമ്പുള്ളതാണ്. അപ്പൊ അമെൻമെന്റിന് ശേഷം, അതായത് 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഈ സെക്ഷൻ 4 ഭേദഗതി വരുത്തി. സെക്ഷൻ 4 ക്ലോസ് 1, സെക്ഷൻ 4 ക്ലോസ് 2, സെക്ഷൻ 4 ക്ലോസ് 3 ഇങ്ങനെ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. സെക്ഷൻ 4 ക്ലോസ് 1 പറയുന്നത് ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. അതായത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയുമുണ്ട്. സെക്ഷൻ 4 സബ്സെക്ഷൻ അല്ലെങ്കിൽ ക്ലോസ് 1 പ്രകാരമാണ്. അടുത്ത സെക്ഷൻ 4 ക്ലോസ് 2 പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 20 വർഷത്തിൽ കുറയാത്ത തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഇവിടെ പിഴ അടയ്ക്കണം, കൂടാതെ പിഴ ശിക്ഷയും അർഹിക്കുന്നവന് കിട്ടും. അതാണ് ലോജിക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, സാറേ 60ാമത്തെ വയസ്സിൽ ഒരാളെ കുറ്റക്കാരനായി കണക്കാക്കി എങ്കിൽ 60ാമത്തെ വയസ്സിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവിനെയാണ് അവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. പിന്നെ സെക്ഷൻ 4 ക്ലോസ് 3 പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പ്രതികളിൽ നിന്ന് ഈടാക്കിയ പിഴയുണ്ടല്ലോ, ഈ പിഴത്തുക ഇത് അതിക്രമത്തിന് ഇരയായ കുട്ടിക്ക് ചികിത്സാ ചെലവുകൾക്കും ആ കുട്ടിയുടെ പുനരധിവാസത്തിനുമായിട്ട് അനുവദിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4 ക്ലോസ് 3. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണം. ഈ വാക്ക് ഇമ്പോർട്ടൻ്റാ. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്ന ആൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ 6 മാസത്തടവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസത്തടവ. അതായത് ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ഒരു മുതിർന്നൊരു വ്യക്തിയുണ്ട്. അത് ചിലപ്പോൾ അധ്യാപകനാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാകാം, അല്ലെങ്കിൽ ഡോക്ടറാകാം, ആര് തന്നെ ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ. ഈ സാധാരണക്കാരൻ ഒരു മുതിർന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാളെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടു കൂടി അയാൾ എന്തെങ്കിലും കുട്ടിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി ഞാൻ നൽകിയാണ് എന്നിരിക്കട്ടെ, എങ്കിൽ എനിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസ തടവാണ് എനിക്ക് ലഭിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് നമ്മൾ പോവുക. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്സൽ അസാൾട്ട് എന്ന് പറയും. അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള തീവ്രമായ ആക്രമണം. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 ആണ്. ഈ സെക്ഷൻ 5 പ്രകാരം തീവ്രമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 6 ആണ്. അവിടെയും ഈ പറഞ്ഞേക്കുന്ന 2019 പോക്സോ അമെൻമെന്റ് ആക്ട് പ്രകാരം സെക്ഷൻ 6 ഭേദഗതി വരുത്തി ഈ പറഞ്ഞ തീവ്രമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷകളിൽ 2012 അപേക്ഷിച്ച് 2019 മാറ്റം വരുത്തുകയും ചെയ്തു. അതിൽ ഒന്നാമത്തെ വസ്തുത, 2012 ഈ പറയുന്ന ആക്ട്, പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ചെയ്ത വ്യക്തിക്കുള്ള കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്, കൂടിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം കഠിന തടവ്. ഒപ്പം എന്തുകൂടെ അടയ്ക്കണം? പിഴ ശിക്ഷയും കൊടുക്കണം. പക്ഷെ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം സെക്ഷൻ 6 വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 6 ക്ലോസ് 1 പ്രകാരം തീവ്രമായിട്ടുള്ള ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും പിഴ ശിക്ഷയും, അതുമല്ലെങ്കിൽ വധശിക്ഷ. അപ്പൊ ഈ വധശിക്ഷ വരെ
പോക്സോ നിയമത്തിൽ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. പരമാവധി വധശിക്ഷ വരെ നൽകാവുന്ന കുറ്റമാണ് ഏത്? ഈ പറയുന്ന തീവ്രമായ ലൈംഗിക കടന്നുകയറ്റം ചെയ്താൽ കിട്ടുന്നത് വധശിക്ഷ വരെയാണ്. ദെൻ സെക്ഷൻ 6 ക്ലോസ് 2 പറയുന്നത് ഇത് പ്രകാരം ചുമത്തപ്പെട്ട പിഴ ഉണ്ടായിരിക്കുമല്ലോ, ആ പിഴ ഇരയുടെ ചികിത്സാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരയുടെ ചികിത്സാ ചെലവുകൾക്കും അതിൻ്റെ ഈ പറയുന്ന പുനരധിവാസത്തിന് വേണ്ടി നൽകേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷൻ 6 ക്ലോസ് 2-ലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇതാണ്ടേ, ഇതിനകത്ത് എങ്ങനെ പോയാലും ഓപ്ഷൻ ബി വരത്തില്ല. കാരണം എന്താണ്? സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന് പറയുന്നത് പോക്സോ നിയമത്തിൽ വരുന്നതല്ലല്ലോ. പോക്സോ നിയമത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുട്ടി എന്നാ പറയുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആൻസറായിട്ട് വരേണ്ടത് ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ, ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിന് വേണ്ടി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം അതേത് കുറ്റമായി കണക്കാക്കുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ലൈംഗിക പീഡനമായിട്ടാണ് കണക്കാക്കുന്നത്. ലൈംഗികാതിക്രമമല്ല, ലൈംഗിക പീഡനമായിട്ടാണ് കണക്കാക്കുന്നത്. ലൈംഗിക പീഡനത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ പോക്സോ നിയമത്തിലെ സെക്ഷൻ 11 ദെൻ അപ്പൊ അതിന്റെ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്തായിരിക്കും? സെക്ഷൻ 12. ഈ സെക്ഷൻ 12 പ്രകാരം ഒരു കുട്ടിയെ ലൈംഗിക പീഡനം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ ആകാവുന്ന തടവും ഒപ്പം എന്തു അടയ്ക്കണം? പിഴ ശിക്ഷയും കിട്ടും. ദെൻ അടുത്ത പറഞ്ഞ കണ്ടന്റിലേക്ക് നമ്മൾ പോവുക. ലൈംഗിക ആക്രമണം, സെക്സ്വൽ അസാൾട്ട്, ലൈംഗിക ആക്രമണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 7 വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ എന്താ ഈ സെക്ഷൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ലൈംഗിക ചിന്തയോടുകൂടി കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ലൈംഗിക അതിക്രമണം എന്ന് പറയുന്നത്. സെക്ഷൻ 8 പ്രകാരം അതിനുള്ള ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും ഒപ്പം എന്തും കിട്ടും? പിഴയും കിട്ടും. അപ്പൊ ഈ പറഞ്ഞ സെക്ഷൻ 6 പറയുന്ന അല്ലെങ്കിൽ സെക്ഷൻ 11 ലൈംഗിക പീഡനത്തിൽ പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവും പിഴ ശിക്ഷയുമാണെങ്കിൽ ലൈംഗിക ആക്രമണത്തിൽ പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടും. കിട്ടിയല്ലോ. അടുത്ത് നോക്കിയേ, പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 നമ്മൾ പഠിപ്പിച്ചതാ. സെക്ഷൻ 3 എന്താ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൈംഗിക പീഡനത്തിന് നിർവചനമാണോ? അല്ല. ലൈംഗിക അതിക്രമത്തിന് നിർവചനമാണോ? ഇപ്പൊ പഠിപ്പിച്ചോളൂ. അല്ല. ചൈൽഡ് പോർണോഗ്രഫിയുടെ നിർവചനമാണോ? അല്ല. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന് നിർവചനത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ബാച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. ആ ബാച്ചിൽ തരുന്ന നോട്ട്സും ക്ലാസ്സും മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പോയാൽ മതി. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടത് തീവ്രമായ ലൈംഗിക ആക്രമണം, അതായത് അഗ്രവേറ്റഡ് സെക്സ്വൽ അസാൾട്ട് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റകരമായിട്ടുള്ള സന്ദർഭത്തിലേക്ക് പറയാൻ പോവുക. സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകളോ, സെക്ഷൻ 5 പറയുന്ന വ്യക്തിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകൾ, അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ വരാം, ഏതെങ്കിലുമൊക്കെ സ്ഥാനം വഹിക്കുന്ന ആളുകൾ വരാം, ആരെങ്കിലും ആയിക്കോട്ടെ, അതിൽ പറയുന്ന പ്രകാരമുള്ള പ്രവൃത്തികളോ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചാൽ അതിനെ തീവ്രമായ ലൈംഗിക ആക്രമണമായിട്ട് കാണാം. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 9. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ഈ പറയുന്ന തീവ്രമായ ലൈംഗിക ആക്രമണത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അപ്പൊ എത്ര ആയിരിക്കും? സെക്ഷൻ 10. തീവ്രമായ ലൈംഗിക ആക്രമണത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീട്ടിയേക്കാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയുണ്ട്. ഒപ്പം എന്തും കാണും? പിഴ ശിക്ഷയ്ക്കും ആ പറയുന്ന പ്രതി അർഹനാണ് എന്ന വസ്തുത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി നമുക്ക് നോക്കിയേ, കുട്ടിയല്ലാത്തവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ തന്നെ പറ. 18 വയസ്സിലും മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തി ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ, അതായത് ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്നറിഞ്ഞ്
അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് അല്ലെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് അയാൾ ശിക്ഷിക്കപ്പെടും എന്നാണ് ചോദ്യം. വേറെ ഒന്നുമില്ല. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് 1 വർഷം അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി. ഒന്നുകിൽ 1 വർഷം അല്ലെങ്കിൽ പിഴ, അതല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ഈ പറയുന്ന കുട്ടിയല്ലാത്തവരായിട്ടുള്ള ഒരു വ്യക്തി ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുക അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നു. അത് തെറ്റാണെന്നറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടി ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന ഈ പറയുന്ന വ്യക്തി ശിക്ഷിക്കപ്പെടുന്നത് 1 വർഷം അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നത്, യൂസ് ഓഫ് ചൈൽഡ് ഫോർ പ്രോണോഗ്രാഫിക് പർപ്പസ്, ഇങ്ങനെ വന്നാൽ, അതായത് ഈ ഒരു പ്രധാനപ്പെട്ട നിയമലംഘനം വരുത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സെക്ഷൻ 13, അതിലെ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 14. ഈ സെക്ഷൻ 14 ക്ലോസ് 1 പറയുന്നത് അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും. ഇനി ഈ കുറ്റം ആവർത്തിക്കുകയാണ്, ഒന്നാമത്തെ കുറ്റം കഴിഞ്ഞു, 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും കിട്ടി, രണ്ടാമത്തതോ തുടർന്നുള്ളോ ആയിട്ടുള്ള കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ പ്രതിക്ക് 7 വർഷത്തിൽ കുറയാതെയുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അയാൾ അർഹനാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവിടെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, വശീകരിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു കണ്ടന്റ്, അതല്ലയോ? അപ്പൊ അതിനകത്ത് വരുന്നത് ലൈംഗികാതിക്രമം. മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്തേക്കുന്ന ആൻസർ ലൈംഗികാതിക്രമമാണ്, ലൈംഗിക പീഡനമല്ല, ലൈംഗിക അതിക്രമമാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട വസ്തുത, ആവശ്യമെങ്കിൽ കുട്ടിയുടെ തെളിവുകൾ രേഖപ്പെടുത്തുമ്പോൾ കോടതിക്കൊരു വിവർത്തകന്റെയോ വ്യാഖ്യാതാവിന്റെയോ സഹായം ലഭ്യമാക്കാം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 38. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കരുതും, സാർ ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാനൊരു കുട്ടിയാണ്, എനിക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിക്ക് മാനസിക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്പെഷ്യൽ കോടതി എന്ത് ചെയ്യും? ഈ പറയുന്ന നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയും അനുഭവപരിചയമുള്ള ഒരു വിദഗ്ധന്റെ സഹായം തേടാം. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 38. അപ്പൊ നോക്കൂ, മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ ശാരീരിക വൈകല്യം മീൻസ് സംസാരിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്പെഷ്യൽ കോടതിയിലേക്ക് തെളിവ് കൊടുക്കുന്ന സമയത്ത്, രേഖപ്പെടുത്തുന്ന സമയത്ത് ആ കുഞ്ഞിന് ചിലപ്പോൾ പറയാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് ഒരു വിദഗ്ധനായിട്ടുള്ള ആളിന്റെ സഹായം തേടാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 38. അടുത്തത്, അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശം. നോക്കൂ, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 40. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പോക്സോ നിയമത്തെ പറ്റി 2012 നിലവിൽ വരികയും 2019 അമെൻമെന്റ് നടത്തുകയും ചെയ്ത ഈ പോക്സോ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കണം എന്ന് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 43. പോക്സോ നിയമം ഏറ്റവും അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം 2019 പഠിച്ചേ പറ്റൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ഭേദഗതി നിയമം 2019 ലോക്സഭ പാസ്സാക്കിയ എന്നാണെന്നറിയാവോ? 2019 ഓഗസ്റ്റ് 1 ഇത് രാജ്യസഭ പാസ്സാക്കുന്നത്. 2019 ജൂലൈ 24 രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനിയാണ്. ഈ പോക്സോ ഭേദഗതി നിയമം 2019 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2019 ഓഗസ്റ്റ് 5 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ
ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയല്ലേ? അപ്പം നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, ദ്രൗപദി മുർമു എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ്. അത് 1989 നവംബർ 20 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 2025 ചോദിച്ച മറ്റൊരു പോക്സോ നിയമത്തിൽ നിന്ന് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. പ്രധാനപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒന്ന് നോട്ട് ചെയ്യുക. പോലീസ് 100 ആണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആംബുലൻസ് 102, 108. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1091 അല്ലെങ്കിൽ 181 ആണ്. ദേശീയ എമർജൻസി നമ്പർ 11 ആണ്. ദുരന്ത നിവാരണ സേനയുടെ ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1078 ആണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്ന 1098 ആണ്. LPG ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1906 ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഇതാണ് ചോദ്യം. ഇതിന് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് വേറെ ഒന്നുമില്ല, ആൻസർ ഓപ്ഷൻ എ ആണ്. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതായിട്ടുള്ള തടവ് ശിക്ഷയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ്, പണിഷ്മെന്റ് ഫോർ ഫാൾസ് കംപ്ലൈന്റ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത തന്നെ, വ്യാജ വിവരങ്ങളും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയുണ്ട്. അപ്പൊ നോക്കൂ, ഞാനൊരു വ്യാജ വിവരം നൽകുക, അപ്പൊ വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 22. അപ്പൊ സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്ന അല്ലെങ്കിൽ വ്യാജ പരാതി ഉന്നയിക്കുന്ന അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഉന്നയിക്കുന്നവരുടെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 22. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് മാനസികമായി വിയോജിപ്പുള്ള ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി പോക്സോ ആക്ടിലെ വകുപ്പ് 3 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ എന്നിവ പ്രകാരമുള്ള കുറ്റം ചെയ്തതായിട്ട് വ്യാജ വിവരം നൽകുകയോ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള പ്രധാനപ്പെട്ട ശിക്ഷയെന്ന് പറഞ്ഞാൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ, അതല്ലെങ്കിൽ രണ്ടും കൂടിയോ, അല്ലെങ്കിൽ 6 മാസം തടവ്, പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി. ഇനി വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തില്ല, ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയാണ്, അതായത് 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും അപമാനിക്കാൻ വേണ്ടി പോക്സോ ആക്ടിലെ വകുപ്പ് 3-ലോ 5-ലോ 7-ലോ 9-ഓ ഈ പ്രകാരമുള്ള കുറ്റം ചെയ്തതായിട്ട് നമ്മൾ വ്യാജ ഇൻഫർമേഷൻ കൊടുക്കുക, ഒരു ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ പറയുന്ന വ്യക്തിക്ക് ഈ വ്യാജ വിവരം നൽകുന്നയോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ 6 മാസം തടവോ, പിഴയോ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. അപ്പം ഇനി അത് വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്, അധ്യാപകനെതിരെ ഈ പറഞ്ഞ വ്യാജ പരാതി നൽകി, ഈ രക്ഷിതാക്കൾ അധ്യാപകനെതിരെ വ്യാജ പരാതികൾ നൽകി, അതിലെ അച്ഛനെതിരെ അമ്മ വ്യാജ പരാതി നൽകി എന്ന് കാണുമ്പം ആ കുട്ടിയാണ് ഈ പറയുന്ന വ്യാജ പരാതി കൊടുത്തത് എങ്കിൽ ആ കുട്ടിക്ക് ശിക്ഷയൊന്നും നൽകാൻ പാടില്ല എന്ന് പോക്സോ നിയമത്തിൽ പറയുന്നു. പക്ഷേ അത് 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, 6 മാസം തടവോ, പിഴയോ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി അടയ്ക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകുകയാണെന്നിരിക്കട്ടെ, അതിൽ പ്രകാരം ആ കുട്ടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഇരയാവുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ 1 വർഷം വരെ തടവോ, പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതായത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 24.
ഇനി കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധമുണ്ട്. ആ വിധത്തെ പറ്റി പറയുന്ന സെക്ഷൻ 25. രണ്ട് ചോദ്യമാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 24, കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധത്തെ പറ്റിയുള്ള സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 25. അടുത്ത ഏറ്റവും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്, കുട്ടിയുടെ വൈദ്യ പരിശോധനയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 27. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, ഇര ഒരു പെൺകുട്ടിയാണെങ്കിൽ വൈദ്യ പരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. ഇമ്പോർട്ടൻ്റ്. അപ്പൊ കുട്ടിയുടെ, അല്ലെങ്കിൽ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ വൈദ്യ പരിശോധനയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 27. ഇര ഒരു പെൺകുട്ടിയാണെങ്കിൽ വൈദ്യ പരിശോധന നടത്തേണ്ടത് എല്ലായ്പ്പോഴും ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെയോ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ വൈദ്യ പരിശോധന നടത്തേണ്ടത്. അടുത്തത്, പ്രത്യേക കോടതികളുടെ പദവിയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 28. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, അതായത് പോക്സോ നിയമപ്രകാരം ഈ പറയുന്ന കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധി എവിടെയെങ്കിലും പോക്സോ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. ദെൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരു കുട്ടി നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരാൾക്ക് പരാതി നൽകാം. അത് 20-ാമത്തെ വയസ്സിൽ നൽകാം, 25, 30, എത്രാമത്തെ വയസ്സിൽ വേണമെങ്കിലും നൽകാം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടുകൂടി അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്ന ആൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസ തടവാണ്. അപ്പം നേരത്തെ പറഞ്ഞ വസ്തുത തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയുന്നു, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകിയ ആ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ആ കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന ശിക്ഷ കൂടിയാണെന്ന് ഓർത്തു വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താണ്ടെ നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് അല്ലെങ്കിൽ ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഓപ്ഷൻ ബി ആണ്. 283 റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോ കമ്മീഷന്റെ 283ാമത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങളെ പൂർണ്ണമായും കുറ്റകരമാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെയും ആശങ്കകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന വസ്തുത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇതിന് നോട്ട്സ് മറക്കരുത്. ദെൻ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. സമയപരിധി ഉണ്ടോ? സമയപരിധി ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നത്, പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന CPO വുമൺ CPO പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അത്രയേറെ പഠിച്ചിട്ടുണ്ട്, അത്രയേറെ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.